നമസ്കാരം, ഡ്രൈവിംഗ് ഔട്ടോയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളെ കൂടെ ഉള്ളത് BS6 വെർഷൻ ആയിട്ടുള്ള ഇഗ്നിസ് ആണ് വരുന്നത്. ഈ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് കുറച്ച് നാളൊക്കെ ആയി, എങ്കിലും ചെയ്യാൻ കുറച്ച് സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലോക്ക്ഡൌൺ ഒക്കെ ആയിരുന്നു. പിന്നെ ഇതിലൂടെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാരണം പുതിയ വാഹനം എടുക്കുന്നവർക്ക് എന്നും ഒരു ഓണർഷിപ്പ് റിവ്യൂ ആയിരിക്കും യൂസ് ആവുന്നത്. മാരുതി സുസുക്കിയുടെ വണ്ടിയാണെന്ന് മാത്രം പറയാൻ പറ്റില്ല, ഇതൊരു നെക്സയുടെ വണ്ടിയാണ്. നെക്സയുടെ ആദ്യത്തെ വണ്ടി നമുക്കറിയാം എസ്-ക്രോസ് ആയിരുന്നു. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും സേഫ്റ്റിയൊക്കെ ഉണ്ടായിരുന്നു. ഈ വണ്ടി കാണാൻ ഒരു കുഞ്ഞൻ ഒരു SUV അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് SUV കണക്ക് ഇരിക്കുന്നെങ്കിലും സേഫ്റ്റിയുടെ കാര്യത്തിൽ അത്ര പുറകിലൊന്നും അല്ല. സാധാരണ മാരുതി കാറിനെ വെച്ച് നോക്കുമ്പോൾ ഇതിനൊരു 3 സ്റ്റാർ ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു കാർ തന്നെയാണെന്ന് നമുക്ക് പറയാം. പിന്നെ ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസൈനാണ്. അതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. കാരണം ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ നോക്കുമ്പോൾ അറിയാം, ഒരു മിനി കോമ്പാക്ട് SUV പോലെയൊക്കെയാണ് ചെയ്തേക്കുന്നത്. ടയറിന്റെ സൈഡിലായാലും നോക്കുമ്പോൾ ഒരു ആർച്ച് കൊടുത്തിട്ടുണ്ട്, ബാക്കിൽ ഒരു ടയറിന്റെ ആർച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രൂപഘടനയാണ് കാണിക്കുന്നത്. അപ്പോൾ എക്സ്റ്റീരിയർ നമുക്ക് നോക്കുമ്പോൾ അറിയാം, പുതിയതായിട്ട് വന്ന വാഹനത്തിന് ഒരു ക്രോം ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. തികച്ചും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ്. കൊള്ളാം, പുറമേ നിന്നിങ്ങനെ നോക്കുമ്പോൾ കൊള്ളാം. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണാം, ഇതിന് താഴോട്ടൊരു ഫൈബറിനുള്ളൊരു സെറ്റപ്പാണ് കൊടുത്തേക്കുന്നത്. അതും ലുക്കിന് നല്ലൊരു വ്യത്യാസം കൊണ്ടുവരുന്നുണ്ട്. ഈ കാണുന്നത് ഫോഗ് ലാമ്പ്, അതിനപ്പുറത്ത് ഇതിന് ചുറ്റുമായിട്ടൊരു ബ്ലാക്ക് കോട്ടിംഗ് ആണ് വരുന്നത്. ഹെഡ്ലൈറ്റിന്റെ യൂണിറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, അതിനകത്ത് തന്നെ പ്രൊജക്ടർ ലാമ്പാണ് വരുന്നത്. ഇപ്പോൾ വരുന്ന വണ്ടിക്കെല്ലാം പ്രൊജക്ടറാണ് വരുന്നതെങ്കിലും ഒരു സിംഗിൾ യൂണിറ്റ് വരുമ്പോൾ അതൊരു ലുക്കുണ്ട്. അതിന് ചുറ്റുമായിട്ട് ഈ ക്രോം പ്ലേറ്റിംഗ് ഉണ്ട്. പിന്നെ ഈ സൈഡിൽ വരുമ്പോൾ ഒരു ചെറിയ ബോണറ്റൊക്കെയാണ് കൊടുത്തേക്കുന്നെങ്കിലും ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ സ്പോർട്ടി ലുക്കിന് വേണ്ടി ആയിരിക്കണം. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണുന്ന ഈ വൈപ്പർ അത്യാവശ്യം കീടനായിട്ട് ഇരിക്കുകയാണ്. നമുക്ക് ഓടിക്കാൻ നേരത്ത് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. നേരെ വരുന്നത് മിററെല്ലാം സെയിം പോലെ തന്നെയാണ്. അത്യാവശ്യം നല്ല ലുക്കിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ വരുമ്പം കുഴപ്പമൊന്നുമില്ല, എങ്കിലും കുറച്ച് അപ്ഡേറ്റ് ഒക്കെ കൊണ്ടുവരാനെന്നും തോന്നി. പിന്നെ അതാ ഒരു റൂഫ് റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു SUV ടൈപ്പിന് ഒരു ലുക്കിനൊക്കെ വേണ്ടി ഒരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. റൂഫ് ഹാൻഡിന് വരുന്ന ഫ്രണ്ടിലല്ല, ഈ വാഹനത്തിൽ ബാക്കിലാണ് വരുന്നത്. ഒരു ചെറിയ സ്പോയിലർ ഇവിടെ ബാക്കിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സ്പോയിലറിലല്ല ഈ പറയുന്ന പവർ ബ്രേക്കിന്റെ ലൈറ്റ് വരുന്നത്, തൊട്ട് താഴെയായിട്ടാണ് വരുന്നത്. മൊത്തത്തിൽ ഈ വാഹനത്തിൽ LED ലൈറ്റിന്റെ ഒരു സാന്നിധ്യം കൂട്ടിയിട്ടുണ്ട്. പിറകിൽ വരുന്ന ഡീഫോഗറാണ്. പിന്നെ അത് കണക്ക് ഇവിടെ ഒരു വൈപ്പർ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഒരു ഡിസൈൻ വെച്ചിട്ട് എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടണമെന്നില്ല. പ്രധാനമായിട്ട് ഈ ബാക്കിലാണ് ഒരു ചേഞ്ച് വരുന്നത്. എങ്കിലും നല്ലൊരു ഡിസൈൻ തന്നെയാണ്, പോരായ്മയായിട്ട് പറയാൻ പറ്റത്തില്ല. ഈ വണ്ടിയുടെ ഒരു ഡിസൈൻ അങ്ങനെയാണ് നേരത്തെ ഇറക്കിയപ്പോൾ. പിന്നെ കാണാൻ പറ്റുന്ന ടൈൽ ലാമ്പ് സിംഗിൾ യൂണിറ്റ് അല്ല, സ്പ്ലിറ്റ് ആണ്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യം, ബാക്കിൽ ഒരു ഫൈബർ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലുക്ക് വണ്ടിക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം, ഇവിടെ ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത്. അതിന് വേണ്ട ഒരു സെറ്റപ്പ് കണ്ടോ, ഇതിന് ചുറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ റയർ സെൻസേഴ്സ് ആണ് വരുന്നത്. ഇവിടെ ഒരു ബാക്ക് ക്യാമറ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് റയർ ക്യാമറ, നമ്മൾ പാർക്കിങ്ങിനും റിവേഴ്സിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു എക്സ്റ്റീരിയർ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് പ്രധാനമായിട്ട് പോകേണ്ട ഇന്റീരിയറിലോട്ടാണ്. നമുക്ക് കാറിന്റെ ഇന്റീരിയർ നോക്കാം. ഇത് ആദ്യം കാണുന്ന ഡോർ പാഡിംഗ് ആണ്. ഡോർ പാഡെല്ലാം ഒരു വൈറ്റ് കളറിന് ഒരു വെറൈറ്റി കൊടുത്തിട്ടുണ്ട്. സ്വിച്ചസ് എല്ലാം ബ്ലാക്ക് ആണ്. ഇതവിടെ ഒരു ഡോർ ഹാൻഡിലുണ്ട്, വണ്ടിയുടെ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഈ വണ്ടിയുടെ ഡോറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഇതേ കണ്ടോ, ഏകദേശം ഒരു 90 ഡിഗ്രിയോളം ഡോറിങ്ങനെ തുറന്നു വരാൻ കഴിയുന്നുണ്ട്. അപ്പം ഒരു പ്രായമുള്ളവർക്കൊക്കെ കയറാൻ നല്ല എളുപ്പമായിട്ടുള്ളൊരു സെറ്റപ്പ് തന്നെയാണ് മാരുതി ഇപ്പം കൊടുത്തിരിക്കുന്നത്. വണ്ടിയുടെ സീറ്റ് കവറൊക്കെ ഒന്ന് നോക്കാം. സീറ്റ് കവർ ഇതിപ്പോൾ ഓണർ മാറ്റിയിട്ടുള്ളൊരു സംഭവമാണ്. എങ്കിലും സീറ്റ് കംഫോർട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അത്യാവശ്യം നല്ല ഒരു സീറ്റ് കംഫോർട്ടൊക്കെ ഉണ്ട്. നമ്മൾ തൈ ആണെങ്കിലും നല്ല സപ്പോർട്ട് ഉണ്ട്, തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചാരി ഇരിക്കുമ്പോഴായാലും കുഴപ്പമൊന്നുമില്ല. ഒരു ലോങ് ഡ്രൈവിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റ് തന്നെയാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കാറിൽ ആദ്യം കയറുമ്പോൾ കാണുന്ന ഈ AC വെന്റ് ആയിരിക്കും. AC വെന്റിൽ ഒരു സർക്കുലർ ആയിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. 360 റൊട്ടേറ്റബിൾ ആണ്. പിന്നെ നടുക്കോട്ട് വരുമ്പം രണ്ട് സൈഡിലായിട്ടൊരു സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിനുള്ളൊരു AC വെന്റാണ്. അത് 360 ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ലെഫ്റ്റിലും അതുപോലെ തന്നെയാണ്. നമുക്കറിയാം മാരുതിക്ക് അത്ര നല്ല ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒന്നും അവർ കൊടുക്കാറില്ല. എങ്കിലും ഈ വണ്ടിക്ക് വലിയ തകരാറില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഈ ഡാഷ് ബോർഡ് ഗ്ലോ ബോക്സിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ടെങ്കിലും നോക്കി
ഇവിടെ ഒരു പുതിയ സെറ്റപ്പ് ഉണ്ട്, കണ്ടോ? ഇതൊരു പുതിയ റാക്കാണ്. ഈ റാക്കിനുള്ളിൽ നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബുക്ക്, പേപ്പർ, കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു സ്പേസ് മാരുതി ഒരുക്കിയിട്ടുണ്ട്. അപ്പം അതെന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ്. വണ്ടിക്ക് വരുന്ന ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ്. ഇതിന്റെ ഒരു ക്ലസ്റ്ററാണ് ഈ കാണിക്കുന്നത്. വളരെ മനോഹരമായിട്ടൊരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാം ഒരു ഓറഞ്ച് ഡിസ്പ്ലേ ഒക്കെയാണ് വരുന്നത്. ഇതിന്റെ അഡ്ജസ്റ്റ് ലെഫ്റ്റും റൈറ്റിലും ആയിട്ടുണ്ട്, ഫാനും കൂളിങ്ങും കാര്യങ്ങളെല്ലാം. അതൊരു നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് കാണുമ്പോൾ. പിന്നെ അതിന് തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ ഹസാർഡ് ലൈറ്റ് വാണിംഗ് എല്ലാം വരുന്നത്. വണ്ടിയുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എല്ലാം നോക്കുമ്പോൾ അറിയാം, ടച്ചാണ്. നല്ല റെസ്പോൺസ് ഉള്ളൊരു സിസ്റ്റം തന്നെയാണ്. ബ്ലൂടൂത്ത് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് ആയാലും ഐഫോൺ ആയാലും എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. വണ്ടിക്ക് എന്തായാലും മാച്ച് ചെയ്യുന്നുണ്ട് അത്. വണ്ടിയുടെ സ്റ്റിയറിംഗിലോട്ട് ഒന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്ന എല്ലാം ടെലിഫോണിക് ആയിട്ടുള്ള കൺട്രോൾസ് എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ ഓഡിയോ കൺട്രോൾസ് എല്ലാം ഉണ്ട്. പിന്നെ ഒരു മ്യൂട്ട് ബട്ടൺ ഉണ്ട്. നല്ലൊരു പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ മീറ്റർ കൺസോളിലേക്ക് ഒന്ന് പോവാം. ഇതാ വണ്ടി പുഷ് സ്റ്റാർട്ടാണ് വരുന്നത്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു RP മീറ്റർ ഉണ്ട്, നടുക്കൊരു സ്പീഡോമീറ്ററും, പിന്നെ റൈറ്റിലാണ് നമ്മുടെ ഈ ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് ഒരു ഡിസ്പ്ലേ എല്ലാ ഡീറ്റെയിൽസും വരുന്ന ഒരു സംഭവമാണെങ്കിലും ഇതിന്റെ കൺട്രോൾസ് എല്ലാം നമ്മൾ നോക്കുന്നത് ഈ റൈറ്റ് സൈഡിലായിട്ടുള്ള 3 സ്വിച്ചുകളിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. ട്രിപ്പ് ആണെങ്കിൽ എനിക്ക് ട്രിപ്പ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് ഇതിന്റെ മെയിൻ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വരുന്നത്. പിന്നെ ഈ സ്വിച്ചിന്റെ താഴെയായിട്ട് വരുന്ന സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. നമ്മളെ ഹെഡ്ലൈറ്റ് അതിന്റെ ഹൈറ്റ് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന പഴയ ഒരു അപ്ഡേഷൻ തന്നെയാണ്. പുതിയതായിട്ടൊന്നും അതിൽ വേറെ കാണാനൊന്നുമില്ല. ഇതെല്ലാം കാണുമ്പോൾ തന്നെ മാരുതിക്ക് ഒരു ഇന്റീരിയറിൽ ഒരു പ്രീമിയം ലുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഇതാ ഇവിടെ എല്ലാം ഒരു ആവശ്യത്തിന് അധികം സ്പേസ് കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ AC-യുടെ ക്ലസ്റ്ററിന് താഴെയായിട്ട് ഒരു USB സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചാർജിങ്ങിന് വേണ്ടി ഒരു 12 വോൾട്ട് ചാർജർ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതിന് താഴെയായിട്ടൊരു സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബോട്ടിൽ ഹോൾഡർ ആണെങ്കിൽ ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഗിയർ ആണെങ്കിൽ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഡോറിന്റെ സൈഡിലായാലും ഒരു വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനുള്ളൊരു ശമ്പളം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മിറർ വരുമ്പോൾ ഇത് ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല, പഴയ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. പിന്നെ മുകളിലോട്ട് പോകുമ്പോൾ ഇത് LED ഒന്നും വന്നിട്ടില്ല. ഒരു LED ഒക്കെ അവർക്ക് കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ഡോർ ഈ പറയുന്ന ഹാൻഡിലെല്ലാം പഴയ അതേ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. നമ്മളെ ഡ്രൈവർ സീറ്റിലോട്ട് നോക്കുമ്പോൾ അറിയാം, ഇതൊരു ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു സീറ്റ് തന്നെയാണ്. ഹൈറ്റ് കുറവുള്ള ആളുകൾക്കൊക്കെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് നെക്സ ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വൈപ്പർ കണ്ടോ, അകത്തിരിക്കാനത്ത് നമുക്കൊരു ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു തടസ്സമൊന്നും അത് സൃഷ്ടിക്കുന്നില്ല. അപ്പൊ അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഒരു ഡിസൈനിലുള്ള ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ ഉണ്ട്. സ്റ്റീരിയോ ക്വാളിറ്റി നമുക്കൊന്ന് നോക്കാം. നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് ഓണർ പറഞ്ഞത്. നമുക്ക് വണ്ടിയുടെ പുറകിലോട്ടൊന്ന് കയറാം, സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഈ വണ്ടിയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു കുഞ്ഞൻ കാറിനെ പോലെയൊക്കെ തോന്നും. എങ്കിലും നോക്കിയേ, എനിക്ക് നല്ല ലെഗ് സ്പേസ് കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇവിടെ ഫ്രണ്ട് ക്യാബിൻ എന്ന് വെച്ചാൽ നല്ല വിശാലമായിട്ട് തന്നെ കിടക്കുന്ന ഒരു സംഭവമാണ്. നമുക്കിനി പിറകിലോട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം, നേരത്തെ പറഞ്ഞ പോലെ ഡോർ തന്നെയാണ്. നമുക്കൊരു ഏകദേശം 90 ഡിഗ്രിയോളം ഈ ഡോറ് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ്. പ്രായമുള്ളവർക്കൊന്നും കയറാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇതാ ഈ ഫ്രണ്ട് സീറ്റ് നല്ല ബാക്കിലോട്ട് ഇരിക്കുകയാണെങ്കിൽ പോലും എനിക്ക് ലെഗ് സ്പേസ് ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഈ കാണുന്ന ആംറസ്റ്റ് ഓണർ രണ്ടാമത് കൊടുത്തതാണ്. പിന്നെ എനിക്കൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു, ഇവിടെ ഒരു റയർ AC വെന്റൊക്കെ വരായിരുന്നു. അതിന്റെയൊക്കെ ഒരു അസാന്നിധ്യം ഇതിൽ കാണുന്നുണ്ട്. പിന്നെ എന്റെ ഒരു സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഇതൊരു 4 സീറ്റർ വാഹനമായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതാണ്. ഒരുപാട് ലെഗ് സ്പേസ് കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ തന്നെ ഒരു വണ്ടിയുടെ പുറമേ നിന്നൊരു അപ്പിയറൻസ് വെച്ച് നോക്കാനായിട്ട് നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 4 സീറ്റർ 4 പേർക്കൊക്കെ ഇരുന്ന് പോകാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണ്. കാരണം വണ്ടി ചെയ്തേക്കുന്ന തന്നെ കാണാം. നമുക്ക് 2 സൈഡ് ബാക്കിൽ വരുമ്പോൾ 2 സീറ്റ് ബെൽറ്റാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നടുക്ക് എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ ബേബീസിന് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റ് ബെൽറ്റാണ് നടുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചെറിയ കാറാണെങ്കിലും ഉള്ളിൽ ഇരിക്കാനൊക്കെ നല്ല സ്പേസ് ഉള്ള ഒരു കാറാണ്. ഇതിന്റെ ബോട്ട് സ്പേസ് നമുക്ക് നോക്കാം. ഇതിന്റെ സ്വിച്ച് എല്ലാം വരുന്നത് ഇതിന്റെ താഴെയായിട്ടാണ്. ഇവിടെയാണ് എന്റെ റയർ ക്യാമറ ഒക്കെ വരുന്നത്. ഇത് നമുക്ക് കാണാം. അത്യാവശ്യം നല്ല ഒരു ബൂട്ട് സ്പേസ് വാഹനത്തിലുണ്ട്, ഈ ചെറിയൊരു ഇതാണെങ്കിൽ തന്നെ. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഡോർ സീറ്റ് ഇതിപ്പോൾ അപ്പോൾസറി ചെയ്തേക്കുന്നുണ്ട് അറിയാത്തതുകൊണ്ട് ഇവിടെ ഒരു സീറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്പേസ് കിട്ടും. ഇതിനകത്തൊരു ലൈറ്റ് ഇതാ, ഇവിടെ ഒരു LED ലൈറ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്.
പിന്നെ നമ്മൾ പറയും പോലെ ഈ ഇഗ്നിസിന്റെ ഒരു ട്രേഡ് മാർക്ക് ആണല്ലോ ഈ ബാക്കിൽ റെയിലോട്ട് വരാൻ ഈ സൈഡിലുള്ള ഒരു 3 സ്ട്രൈപ്പ് ലൈൻസ്. ഈ BS6 വാഹനത്തിലും അവർ ഈ സെയിം മോഡൽ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് സംസാരിക്കാനുള്ള അതിന്റെ എഞ്ചിൻ പെർഫോമൻസ് ആയിരിക്കുമല്ലോ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവം അതായിരിക്കും. വണ്ടിക്ക് വന്നിരിക്കുന്ന ഒരു 1.2 ലിറ്ററിന്റെ K സീരീസ് എഞ്ചിനാണ് വരുന്നത്. അതിൻ്റെ ഏത് പ്രത്യേകത നമ്മൾ റൈഡ് ചെയ്തതിനു ശേഷം പറയുന്നതായിരിക്കും. നമുക്ക് നോക്കാം എഞ്ചിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒന്ന് തൽക്കാലം ചെറുതായിട്ട് നോക്കാം. ഇത് നമുക്ക് നോക്കാം. ഇത് 4 സിലിണ്ടർ വണ്ടിയാണ്. 4 പ്ലഗ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ള എല്ലാം സാധാരണ സെറ്റപ്പുകൾ തന്നെ. അപ്പോൾ നമുക്കിനി കാറിന്റെ പെർഫോമൻസിലോട്ടൊന്ന് പോവാം. ഓടിക്കുമ്പോൾ അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ 1.2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. K സീരീസ് എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു നല്ല അപ്ഡേറ്റ് ഇപ്പോൾ കാണുന്നുണ്ട്. പൊതുവെ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വണ്ടികളിലും K സീരീസ് എഞ്ചിനുള്ള എല്ലാ വണ്ടികളിലും നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് കാണുന്നുണ്ട്. ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ആണ് കേട്ടോ. നല്ല കൺട്രോളൊക്കെ ഉണ്ട്. അത്യാവശ്യം എല്ലായിടത്തുമൊക്കെ വെട്ടിച്ചൊക്കെ കയറി പോകാനൊക്കെ പറ്റുന്നുണ്ട്. വണ്ടിയുടെ സൈസും അതിനൊരു ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതൊക്കെ കൊള്ളാം എന്തായാലും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുമ്പോൾ വണ്ടിയുടെ സസ്പെൻഷനാണ്. നല്ല സസ്പെൻഷനുണ്ട്. അകത്തങ്ങനെ വലുതായിട്ട് ഗട്ടറൊന്നും ഇങ്ങനെ ഫീൽ ചെയ്യുന്നൊന്നുമില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള സസ്പെൻഷൻ മാരുതി ഇഗ്നിസിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാം, ഇപ്പൊ ക്യാബിനകത്തിരിക്കുമ്പോഴും എഞ്ചിൻ നോട്ടൊന്നും വലുതായിട്ട് അകത്തോട്ട് കയറുന്നില്ല. മാക്സിമം ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 4500 RPM ഒക്കെ കഴിയുമ്പോഴായിരിക്കും എഞ്ചിൻ നോട്ടൊക്കെ അകത്ത് കയറുന്നത്. എങ്കിലും ഒരു സ്പോർട്ടി ആയിട്ടുള്ളൊരു സൗണ്ട് ആയതുകൊണ്ട് തന്നെ അരോചകമായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ നമുക്ക് സംശയമില്ലാതെ പറയാം, നെക്സയിലൂടെ നമ്മുടെ മാരുതി സുസുക്കി ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് കാർ തന്നെയാണ് ഈ തവണ കൊണ്ടുവന്നിരിക്കുന്നത്. സർവീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. വളരെ കുറവായിട്ടുള്ളൊരു റേറ്റാണ് അതിനൊക്കെ വരുന്നത്. പിന്നെ നമ്മുടെ കയ്യിലൊരു BS4 Ignis ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് അതിന് യാത്രയൊക്കെ ചെയ്തപ്പോഴും പ്രത്യേകിച്ച് അങ്ങനെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയൊരു SUV ടച്ച് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും വാഹനം ചെറുതാണെങ്കിൽ ഉള്ളിൽ ട്രാവൽ ചെയ്യാൻ ലോങ് പോകുന്ന വേറെ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഗ്നിസിനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഭവം അതാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറച്ച് കിലോമീറ്ററൊക്കെ ഓടി കുറച്ച് സമയമാകുമ്പോഴേ ഓണറിന് ഇത് എങ്ങനെയുണ്ടെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പോൾ നമ്മൾ ഇത്ര ലാഗ് ചെയ്തിട്ട് ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടെടുക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. 1.2 ലിറ്ററിന്റെ K സീരീസ് വരുന്ന നെക്സയുടെ പുതിയ BS6 Ignis ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് എന്തൊക്കെ തോന്നി എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. വണ്ടി അൾട്രാ സ്മൂത്ത് ആണ് കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടൊരു വണ്ടി തന്നെയാണ്. പ്രത്യേകിച്ച് പോരായ്മകളൊന്നും തോന്നിയില്ല. പക്ഷെ കാണുമ്പോൾ ഇതിന്റെ ഒരു പോരായ്മയെന്ന് എല്ലാവർക്കും തോന്നാനുള്ള കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ വാഹനത്തിന്റെ ഡിസൈൻ ഇഷ്ടപ്പെടണം എന്നില്ല. ഒരു ചെറിയ വാഹനമായതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി യൂസിന് പറ്റിയ ഒരു വാഹനം തന്നെയാണ്. സിറ്റിയിലായാലും അത്യാവശ്യം വെട്ടിച്ച് കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഹാൻഡ്ലിംഗ് വണ്ടിക്കുണ്ട്. കൺട്രോൾസ് എന്ന് പറയുമ്പോൾ നല്ല കൺട്രോളുണ്ട്. നല്ല ഒരു സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓടിക്കാൻ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. ഇന്റീരിയർ പറയുമ്പോൾ ഒരു പ്രീമിയം ആയിട്ടുള്ളൊരു നല്ല ക്വാളിറ്റി ഉള്ള ഇന്റീരിയർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗിയർ ഷിഫ്റ്റ് ഒക്കെ അത്യാവശ്യം ഫ്രീക്വന്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു ടോപ്പ് ഗിയറിലൊക്കെ പയ്യെ പോകാൻ പറ്റുന്നതുകൊണ്ട് അത്യാവശ്യം എഫിഷ്യൻസി ഉള്ള ഒരു വാഹനം തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ചായിരിക്കും ഈ വാഹനത്തിന്റെയൊക്കെ മൈലേജ് ഇരിക്കുന്നത്. എന്തായാലും നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ളൊരു കാർ തന്നെയാണെന്നാണ് നമ്മൾ ഓണർ ഇതിനെപ്പറ്റി പറഞ്ഞത്. പിന്നെ കാറിന്റെ പെർഫോമൻസ് വശം നോക്കുന്നവർക്ക് പറയാനുള്ള വണ്ടി ഒരു 6500 ഏകദേശം 6500 RPM വണ്ടി റെഡ് ലൈൻ ചെയ്യുന്നത്. ഇപ്പോൾ പോയത് ഒരു മാനുവൽ വണ്ടിയാണ്. ഇനി AMT വെർഷൻ വേറെ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്. നമ്മൾ റിവ്യൂ ചെയ്തത് ഒരു മാനുവൽ വണ്ടിയാണ്. അത്യാവശ്യം പവർഫുൾ ആയിട്ട് ആണ് തോന്നിയത് വണ്ടി ഓടിച്ചപ്പോഴൊക്കെ. പിന്നെ പുള്ളിക്കാരൻ ഇതുവരെ റെഡ് ലൈൻ ഒന്നും ചെയ്തില്ല, പുതിയ വാഹനം ആയതുകൊണ്ട്. പിന്നെ പുറത്തുള്ള റോഡ് നോയ്സ് അകത്ത് കയറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ വലുതായിട്ടും തോന്നിയില്ല. പിന്നെ എഞ്ചിൻ നോയ്സ് ആയാലും അത്യാവശ്യം നമ്മുടെ ഫ്രണ്ടിലെ ബോണറ്റിലെ ഇൻസുലേഷൻ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. പിന്നെ എഞ്ചിൻ റെഫൈൻഡ് ആണ്, K സീരീസ് എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു സ്മൂത്ത്നെസ് അകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 4500 RPM ഒക്കെ നമ്മൾ ചവിട്ടി കയറ്റുമ്പോഴാണ് കുറച്ച് എഞ്ചിൻ നോയ്സ് ഒക്കെ അകത്തോട്ട് വരുന്നത്. എങ്കിലും അതൊരു സ്പോർട്ടി ആയിട്ടുള്ളൊരു സീറ്റ് നോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഒട്ടും അരോചകമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ AC ആണെങ്കിൽ നല്ല പവർഫുൾ ആണ്, ഓട്ടോമാറ്റിക് ആണ്. പിന്നെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഇന്റീരിയർ സംഭവങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, AC-യുടെ കൺട്രോൾ പാനലും പിന്നെ നമ്മളെ മീറ്റർ കൺസോളും അതിന് പുറത്ത് വരുന്ന സ്വിച്ചുകളും അതെല്ലാം വണ്ടിക്ക് നല്ല മനോഹരമായിട്ടുള്ളൊരു മോഡിഫിക്കേഷൻ തന്നെയാണ് ഇപ്പോൾ BS6-ന് വന്നപ്പോൾ വാഹനത്തിന്റെ കമ്പനി കൊടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു BS4 വാഹനം നമ്മൾ ഒരുപാട് കാലം ഉപയോഗിച്ച് ഒരു ഏകദേശം 2 വർഷത്തോളം ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു BS6 കാറിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതിനപ്പുറം എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ മറ്റ് സജഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.